പതഞ്ജലിയെ പൂട്ടിക്കാൻ കേരളത്തിനാണ് കൂടുതൽ തിടുക്കം. ബാബ രാംദേവിന്റെ പതഞ്ജലിക്കെതിരെയുള്ള സിംഹഭാഗം കേസുകളും കേരളത്തിൽ നിന്നാണ്. രാജ്യത്ത് മൊത്തത്തിൽ 11 കേസുകളാണ് പതഞ്ജലിക്കെതിരെ നിലനിൽക്കുന്നത്. അതിൽ 10 എണ്ണവും കേരളത്തിൽ നിന്നാണ്. കോഴിക്കോട് 4, പാലക്കാട് 3, എറണാകുളം 2, തിരുവനന്തപുരം 1 വീതം കേസുകളാണ് വിവിധ കോടതികളിലെത്തിയത്. ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് 1954 സെക്ഷൻ 3D പ്രകാരം ചട്ടത്തിൽ ഉൾപ്പെടുത്തിയ രോഗങ്ങൾക്ക് മരുന്ന് നിർദ്ദേശിച്ചും ഫലസിദ്ധി വാഗ്ദാനം ചെയ്തും തെറ്റിദ്ധരിപ്പിക്കുന്ന പതഞ്ജലിയുടെ പരസ്യങ്ങൾ കോടതി നിരോധിച്ചിരുന്നു. പരസ്യങ്ങൾക്കെതിരെയുള്ള വിലക്ക് ലംഘിച്ചതിനാണ് പതഞ്ജലി ഗ്രൂപ്പിന്റെ നിർമ്മാണ യൂണിറ്റായ ദിവ്യ ഫാർമസി ഉടമകളായ ദിവ്യോഗ മന്ദിർ ട്രസ്റ്റ് പ്രസിഡന്റ് ബാബ രാംദേവ്, ജനറൽ സെക്രട്ടറി ആചാര്യ ബാലകൃഷ്ണൻ എന്നിവരെ പ്രതികളാക്കി കേസെടുത്തിട്ടുള്ളത്. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തെളിയിക്കപ്പെട്ടാൽ 6 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണിത്. രാംദേവും ബാലകൃഷ്ണയും ഇതുവരെ ഹാജരായിട്ടില്ലെങ്കിലും വിവിധ കോടതികളിൽ വിചാരണ നേരിടേണ്ടി വരും. എറണാകുളം ജില്ലയിൽ ഫയൽ ചെയ്ത 2 കേസുകളിൽ ഒന്നിൽ 2025 ജനുവരി 30-നും മറ്റൊന്നിൽ 2025 ഫെബ്രുവരി 17-നും പ്രതികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പതഞ്ജലിയുടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പരസ്യങ്ങൾക്കെതിരെ 2023 ഒക്ടോബർ മുതലാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളറുടെ നിർദ്ദേശത്തിൽ നടപടികൾ ആരംഭിച്ചത്.